റിവിഷൻ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. റിവിഷൻ സീരീസിൽ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിന്റെ ഒരു അടിപൊളി ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഇച്ചിരി ലെങ്തി ചാപ്റ്റർ നെയിം ആണല്ലേ. എന്തായിരിക്കും ഈ ചാപ്റ്റർ നെയിം കൊണ്ട് മീൻ ചെയ്യുന്നത്? എന്തിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? ഡ്യുവൽ നേച്ചർ, രണ്ട് സ്വഭാവങ്ങൾ. ആരുടെയൊക്കെയാടാ മക്കളെ ഈ രണ്ട് സ്വഭാവങ്ങൾ? റേഡിയേഷന്റെയും മാറ്ററിന്റെയും. ഈ റേഡിയേഷന്റെയും മാറ്ററിന്റെയും രണ്ട് സ്വഭാവങ്ങൾ ഏതൊക്കെയാ? പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും. അതായത് ഒരു റേഡിയേഷന് പാർട്ടിക്കിൾ ആയിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റും, വേവ് ആയിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റും. അതുപോലെ മാറ്ററിനും പാർട്ടിക്കിൾ ആയിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റും, വേവ് ആയിട്ടും ബിഹേവ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തവണ ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നേരത്തെ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചെന്നുള്ള കാര്യം നമുക്കൊന്ന് ഓർത്തെടുക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്? ആദ്യം നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് ഡിസ്കവറീസ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അല്ലേ. ആരാണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്, ആരാണ് എക്സ്റേസ് കണ്ടുപിടിച്ചത്, അങ്ങനെയുള്ള കുറച്ച് ഡിസ്കവറീസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ എമിഷനെ പറ്റിയാണ്. എന്താ ഇലക്ട്രോൺ എമിഷൻ? മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അങ്ങനെ ഇലക്ട്രോൺ വെറുതെ എമിറ്റ് ചെയ്യുമോ? ഇല്ല, അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടണം. അങ്ങനെ നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റിൽ സപ്ലൈ ചെയ്യുക. അതായത് ലൈറ്റ് എനർജി സപ്ലൈ ചെയ്യുക. ലൈറ്റ് എനർജി സപ്ലൈ ചെയ്ത് ഇലക്ട്രോണിനെ ആ മെറ്റൽ സർഫസിൽ നിന്നും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചേ? ഹെൻറിച്ച് ഹെഡ്സ്. ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നൊരു ഫിനോമിനൻ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞത് സംഭവം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് സയന്റിസ്റ്റ്, ഹോൾവാക്സും ലെനാർഡും, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി എക്സ്പെരിമെന്റൽ സ്റ്റഡി ചെയ്ത് സംഭവം സത്യമാണെന്നുള്ള കാര്യം തെളിയിച്ചു. പക്ഷെ അവർക്ക് കറക്റ്റായിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ തരാൻ പറ്റിയില്ല. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റി കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്, മാത്തമാറ്റിക്കലി അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം നമുക്ക് പറയാം, ഈ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഫിസിക്സിലെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ ബ്രാഞ്ചിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ ബേസ് ആണ്. അപ്പോൾ ഫിസിക്സ് മുമ്പോട്ട് ഹയർ സ്റ്റഡീസിന് പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഐൻസ്റ്റീൻ എന്ത് ചെയ്തു? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്തു, കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഐൻസ്റ്റീൻ പറഞ്ഞത് ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ടല്ല വരുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് ഒരു വേവ് ആയിട്ടല്ല വരുന്നത്. പകരം എന്തായിട്ടാണ് വരുന്നത്? ലൈറ്റ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടാസ് ആയിട്ടാണ് വരുന്നത്, പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് വരുന്നത്. ആ പാക്കറ്റ് ഓഫ് എനർജീനെ നമ്മളൊരു പേര് വിളിച്ചു. എന്നായിരുന്നടാ മക്കളെ? ഫോട്ടോൺസ്. ആ പാക്കറ്റ് ഓഫ് എനർജീനെ നമ്മൾ ഫോട്ടോൺസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ലൈറ്റിനെ ക്യാരി ചെയ്യുന്ന ആ പാർട്ടിക്കിൾസിനെ നമ്മൾ ഫോട്ടോൺസ് എന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി ബ്രോഗ്ലി വേവ്സ് ആണ്. നമ്മൾ പറഞ്ഞു മാറ്ററിന് ഡ്യുവൽ നേച്ചർ ഉണ്ട്, വേവ് ലൈക്ക് പ്രോപ്പർട്ടി ഉണ്ട്, പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാറ്ററിന്റെ വേവ് ലൈക്ക് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി മാറ്റർ വേവ്സ് ഉപയോഗിച്ചാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ആ ഫിനോമിനൻ, അതിൻ്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻസ്, ഫോട്ടോൺസിന്റെ പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കി ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ഡി ബ്രോഗ്ലി മാറ്റർ വേവ്സ് ഒക്കെ നമ്മുടെ സെക്കൻഡ് പാർട്ടിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ടു എമിറ്റ് എ ഫ്രീ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി മസ്റ്റ് ബി സപ്ലൈഡ്. ഒരു ഇലക്ട്രോണിനെ മെറ്റൽ സർഫസിൽ നിന്നും എമിറ്റ് ചെയ്യിപ്പിക്കാൻ മിനിമം എമൗണ്ട് ഓഫ് എനർജി വേണം. ആ മിനിമം എമൗണ്ട് ഓഫ് എനർജിനെ നമ്മൾ എന്നാടാ മക്കളെ വിളിക്കുന്നത്? മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ആൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദി മെറ്റൽ സർഫസ്. മെറ്റൽ സർഫസിൽ നിന്നും രക്ഷപ്പെട്ടു പോരാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിന് വേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വർക്ക് ഫംഗ്ഷൻ. എന്താണ്? വർക്ക് ഫംഗ്ഷൻ. ഈ വർക്ക് ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുന്നത്? വർക്ക് ഫംഗ്ഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ 50. വർക്ക് ഫംഗ്ഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ 50. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എനർജിയാണ്. മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ്. എനർജിയുടെ യൂണിറ്റ് എന്താ? എനർജിയുടെ SI യൂണിറ്റ് ജൂൾ ആണ്. പക്ഷേ നമ്മളിവിടെ വർക്ക് ഫംഗ്ഷനെ എപ്പോഴും മെഷർ ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. എന്തിലാണ്? ഇലക്ട്രോൺ വോൾട്ടിലാണ്. ജൂളിൽ നിന്നും ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു കൺവേർഷനൊക്കെ നമുക്കറിയാം. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ജൂളാണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഫംഗ്ഷനെ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? മാത്തമാറ്റിക്കലി നമുക്ക് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസിയും റെപ്രസെന്റ് ചെയ്യാം, ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്തും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി എഴുതാം. 50 = h/μ0. h എന്നാടാ മക്കളെ? h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. 6.6 × 10⁻⁻34. ന്യൂ എന്താ? ഫ്രീക്വൻസി. എന്തിനാ അതിനെ μ0 എന്ന് എഴുതിയിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമം എമൗണ്ട് ഓഫ് എനർജി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ μ0 എന്തായിരിക്കും? മിനിമം ഫ്രീക്വൻസി ആണ്. ആ മിനിമം ഫ്രീക്വൻസിനെ നമ്മൾ വേറൊരു പേരിലാണ് വിളിക്കുന്നത്. എന്താ പേര്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. ആ മിനിമം ഫ്രീക്വൻസിക്ക് നമ്മൾ പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ വന്ന് വീഴുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം, എങ്കിലേ എന്ത് നടക്കത്തുള്ളൂ? ഇലക്ട്രോൺ എമിഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഈ വർക്ക് ഫംഗ്ഷനെ എങ്ങനെ എഴുതാം? ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് വർക്ക് ഫംഗ്ഷൻ 50 = hc/λ0, where c is speed of light in vacuum അല്ലെങ്കിൽ ഫ്രീ സ്പേസിലെ ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸. λ0 വേവ് ലെങ്ത് ആണ്, കട്ട് ഓഫ് വേവ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ മിനിമം വേവ് ലെങ്ത് ആണോ മാക്സിമം വേവ് ലെങ്ത് ആണോ? ഇറ്റ് ഈസ് ദി മാക്സിമം വേവ് ലെങ്ത്. മാക്സിമം വേവ് ലെങ്ത് എന്ന് പറയാൻ കാരണം ഫ്രീക്വൻസി മിനിമം ആണെന്ന് പറഞ്ഞു. ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ രണ്ടുപേരും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ ഫ്രീക്വൻസി മിനിമം ആണെന്നുണ്ടെങ്കിൽ വേവ് ലെങ്ത് എങ്ങനെയായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ വർക്ക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, ഇക്വേഷൻസ് വരും. രണ്ടാമത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഗീവ് 3 മെത്തേഡ് ടു സപ്ലൈ എനർജി ടു എ ഫ്രീ ഇലക്ട്രോൺ. ഇലക്ട്രോണിന് സഫീഷ്യന്റ് ആയിട്ട് എനർജി കിട്ടിയാലേ മെറ്റൽ സർഫസിൽ നിന്നും പുറത്തു വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ എനർജി സപ്ലൈ നടത്താം? നോർമലി അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹീറ്റീവ് ആണ് ചെയ്യുന്നത്. എനർജി സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഹീറ്റ് ചെയ്യാം, ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യാം. അങ്ങനെ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്ത് ഇലക്ട്രോണിനെ മെറ്റൽ സർഫസിൽ നിന്നും എമിറ്റ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് തെർമയോണിക് എമിഷൻ. ഹീറ്റ് എനർജി സപ്ലൈ ചെയ്ത് ഇലക്ട്രോണിനെ മെറ്റൽ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് തെർമയോണിക് എമിഷൻ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാം. ഈ ഒരു മെറ്റൽ സർഫസിലേക്ക് ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഫീൽഡ് എമിഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ കൊണ്ട് ഇടിപ്പിക്കാം, അല്ലേ? പാർട്ടിക്കിൾസിനെ കൊണ്ട് ഇടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺ എമിറ്റ് ചെയ്തോളും. അതിന് ആ ഒരു പ്രോസസ്സിന് നമ്മൾ സെക്കൻഡറി എമിഷൻ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് എനർജി സപ്ലൈ ചെയ്യാം, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ.
ഓക്കെ, മൂന്നാമത് വരെ എന്താ ചോദിച്ചിരിക്കുന്നത്? മെറ്റൽ എ ഹാസ് വർക്ക് ഫംഗ്ഷൻ. മെറ്റൽ എക്ക് വർക്ക് ഫംഗ്ഷൻ ഉണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റൽ എയുടെ വർക്ക് ഫംഗ്ഷനെ ഞാനിവിടെ നോട്ട് ചെയ്യുവാണ്, വിച്ച് ഈസ് 4.52 ഇലക്ട്രോൺ വോൾട്ട്. മെറ്റൽ ബിയുടെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. മെറ്റൽ ബിയുടെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2.6 ഇലക്ട്രോൺ വോൾട്ട്. മെറ്റൽ സിയുടെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 1 ഇലക്ട്രോൺ വോൾട്ട്. ഇത്രയും ഡേറ്റ നമുക്ക് അവർ തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? വിച്ച് വിൽ യു പ്രിഫർ ആസ് എ ഗുഡ് ഇലക്ട്രോൺ എമിറ്റർ? ഇത് മൂന്നെണ്ണത്തിൽ ഏതിനെയായിരിക്കും നിങ്ങൾ നല്ല ഇലക്ട്രോൺ എമിറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഏതിനെയായിരിക്കും? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, ബെറ്റർ ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ തരുന്ന മെറ്റൽസിന്റെ വർക്ക് ഫംഗ്ഷൻ കുറവായിരിക്കും. വർക്ക് ഫംഗ്ഷൻ കുറവുള്ള ആൾക്ക് നമുക്ക് കുറച്ച് എനർജി കൊടുത്താൽ മതി, അപ്പം നമുക്ക് ഇലക്ട്രോൺസിനെ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് ഫംഗ്ഷൻ കുറവുള്ള ആർക്കാണ്? മെറ്റൽ സിക്കാണ്. അപ്പം മെറ്റൽ സിയെ ആയിരിക്കും നമ്മൾ എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഗുഡ് ഇലക്ട്രോൺ എമിറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വർക്ക് ഫംഗ്ഷൻ കുറവാണെന്നുണ്ടെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് എനർജി കുറയും. അപ്പം നമ്മൾ കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺസിനെ കിട്ടും. ഇലക്ട്രോൺസ് ആ മെറ്റൽ സർഫസിൽ നിന്നും എമിറ്റ് ചെയ്യും. അതുകൊണ്ട് വർക്ക് ഫംഗ്ഷൻ കുറഞ്ഞ ആളാണ് ഗുഡ് ഇലക്ട്രോൺ എമിറ്റർ, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ തരുന്ന മെറ്റൽ. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പോവാണ്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മാക്സിമം വേവ് ലെങ്ത് അല്ലെങ്കിൽ കട്ട് ഓഫ് വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻസ് റിക്വയർഡ് ടു ഇജക്ട് എ ഫോട്ടോ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ് ഈസ്. അപ്പം നമുക്ക് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. എന്താ വന്നിരിക്കുന്നത്? വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, which is 6 into 10 raised to minus 7 meter. Then work function of the metal is. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വർക്ക് ഫംഗ്ഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വർക്ക് ഫംഗ്ഷനും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എന്താ വർക്ക് ഫംഗ്ഷനും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ? Phi is equal to hc by lambda. ഓക്കെ, അപ്പോൾ എച്ചിന്റെ വാല്യൂ നമുക്കറിയാം, സി അറിയാം, ലാംഡ അറിയാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് കാൽക്കുലേഷൻ. എച്ച് എത്രയാണ്? 6.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 34 ഇൻറ്റു 3 ഇൻറ്റു 10 റേസ് ടു 8 ഡിവൈഡഡ് ബൈ ലാംഡ 6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7. വാല്യൂസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ആൻസർ കിട്ടും 3.3 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19 ജൂൾ. ആൻസർ ഓപ്ഷൻ സി. എളുപ്പമല്ലേ? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്ന ഡേറ്റ എഴുതി, ഇക്വേഷൻ എഴുതി, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ കറക്റ്റ് ആൻസർ വിത്ത് പ്രോപ്പർ യൂണിറ്റ്. ഇത്രയും എഴുതിയാലേ നമുക്ക് ഫുൾ മാർക്സ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആയത് കാരണം നമ്മൾ വലുതായിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്ത ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ എഴുതിയിരിക്കണം. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്. When ultraviolet rays incident on metal plate, UV rays ആണ് മെറ്റൽ പ്ലേറ്റിൽ വന്നിരിക്കുന്നത്, then photoelectric effect does not occur. UV radiations വന്നിടിച്ചപ്പം എന്ത് സംഭവിച്ചില്ല? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് occurs by incidence of. ഏത് ലൈറ്റ് വന്ന് വീണാലാണ് പിന്നെ ആ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത്? അപ്പോൾ UV റേഡിയേഷൻസിന് ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും അല്ലേ? ആ UV റേഡിയേഷൻ്റെ ഫ്രീക്വൻസി സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി ആയിരുന്നോ? അല്ല. സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി ആയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇലക്ട്രോൺ എമിഷൻ നടന്നേനെ. പക്ഷെ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി അല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വേണം. കുറച്ചും കൂടെ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഈ കൂട്ടത്തിൽ ആരാ ഉള്ളേ? നമ്മുടെ എക്സ്റേക്ക് ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പം എക്സ്റേ വന്ന് വീണ് കഴിഞ്ഞാൽ ആ ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. ബാക്കി എല്ലാവർക്കും UV റേഡിയേഷൻസിനേക്കാളും ഫ്രീക്വൻസി കുറവാണ്. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 1.5 ടൈംസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി, അപ്പം വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1.5 ടൈംസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അവർ തമ്മിൽ ആ റിലേഷൻ നമ്മൾ എഴുതി. ഓൺ എ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലാണ് വന്ന് വീണിരിക്കുന്നത്. അപ്പം അതിന് സെൻസ് ചെയ്യാൻ പറ്റും, ലൈറ്റ് വന്ന് വീണിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ഹാഫ്, ഫ്രീക്വൻസി എത്രയാക്കി? പകുതിയാക്കി. ഇപ്പൊ രണ്ടാമത്തെ കേസിൽ, ഫസ്റ്റ് കേസിൽ ലൈറ്റ് വന്ന് വീഴുന്നത് 1.5 µ0 സെക്കൻഡ് കേസിൽ ലൈറ്റ് വന്ന് വീഴുന്നത് എത്രയിലാണ്? ഈ 1.5ന്റെ പകുതി ഇത്രയേ ഉള്ളൂ സെക്കൻഡ് കേസിൽ വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി. ഫസ്റ്റ് കേസിൽ ഇന്റൻസിറ്റി I ആയിരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് കേസിലെ ആ ഇന്റൻസിറ്റി അവർ എത്രയാക്കി? 2I ആക്കി. ഫസ്റ്റ് കേസിലെ ഇന്റൻസിറ്റി I ആയിരുന്നു, സെക്കൻഡ് കേസിലെ ഇന്റൻസിറ്റി 2 times I ആക്കി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന് ഉണ്ടാവുന്ന ചേഞ്ച് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുമോ എന്ന്. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്താലല്ലേ അവിടെ കറണ്ട് ഉള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടോ? ഇല്ല. അപ്പം ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുമോ എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ആദ്യം 1.5 µ0 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ µ0. ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു ഫ്രീക്വൻസിയാണ് 1.5 µ0. അതായത് µ0-നേക്കാളും വലിയ ഒരു വാല്യൂ ആണ് 1.5 µ0. അത് കാരണം എന്ത് നടക്കും? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. രണ്ടാമത്തെ കേസിലോ, ഇത് നമ്മുടെ ഫസ്റ്റ് കേസ് ആണ് കേട്ടോ. രണ്ടാമത്തെ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ 1.5 µ0യുടെ പകുതിയേ ഉള്ളൂ വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി. അപ്പോൾ 1.5ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.75 µ0 ആണ്. ഈ 0.75 µ0 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി ആണോ? അല്ല. വിച്ച് ഈസ് ലെസ് ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുവോ? ഇല്ല. ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും മേലിലൊരു ഫ്രീക്വൻസി വന്ന് വീണാലേ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ അത്രയും ത്രഷോൾഡ് ഫ്രീക്വൻസി പോലും ഫ്രീക്വൻസി ഇല്ല ലൈറ്റിന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമിഷൻ നടക്കുവോ? ഇല്ല. ഇൻ ദിസ് കേസ് നോ എമിഷൻ ഈസ് പോസിബിൾ. എമിഷൻ നടക്കത്തില്ല. എമിഷൻ നടക്കത്തില്ലാത്തത് കാരണം കറണ്ട് ഉണ്ടോ? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണം. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് ഫ്ലോ ചെയ്താലേ കറണ്ട് ഉള്ളൂ. ഇവിടെ ഇലക്ട്രോൺസേ എമിറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ കറണ്ട് ഉണ്ടോ? ഇല്ല. ദർ ഈസ് നോ കറണ്ട്. ദർ ഈസ് നോ കറണ്ട്, അല്ലെങ്കിൽ കറണ്ട് ഈസ് സീറോ. ദാറ്റ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് സീറോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുമോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം ബാക്കി കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ intensity of radiation on the basis of photon picture of light. ഇന്റൻസിറ്റിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റൻസിറ്റി നമുക്കറിയാം, ലൈറ്റിന്റെ ആ ഒരു സ്ട്രെങ്തിനെ കാണിക്കുന്ന ആ ഒരു ടേം ആണ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി കൂടുക മീൻസ് നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് കിട്ടും. ഇന്റൻസിറ്റി കുറയുക മീൻസ് നമുക്ക് ഡിം ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്റൻസിറ്റി? എന്തായിരിക്കും ഇന്റൻസിറ്റി? ഇന്റൻസിറ്റിനെ നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്റൻസിറ്റിനെ I എന്ന് റെപ്രസെന്റ് ചെയ്യുവാണ്. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എനർജി ഓഫ് ഫോട്ടോൺ പെർ യൂണിറ്റ് ഏരിയ പെർ ടൈം. നമുക്കറിയാം ഓരോ ഫോട്ടോണിനും hν എനർജി ഉണ്ട്. hν എനർജി ഉള്ള n നമ്പർ ഓഫ് ഫോട്ടോൺസ്. ഓക്കെ, അങ്ങനെ n നമ്പർ ഓഫ് ഫോട്ടോൺസിന് ഹാവിങ് എനർജി hν പെർ യൂണിറ്റ് ഏരിയ പെർ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ്റെ അകത്തു നിന്നും നമുക്ക് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് എങ്ങനെ എഴുതാം? ഇന്റൻസിറ്റിനെ നമ്മൾ പവർ ബൈ ഏരിയ എന്ന് എഴുതാറുണ്ട് കേട്ടോ. പവർ ബൈ ഏരിയ, ദാറ്റ് ഈസ് എനർജി ബൈ ടൈം എന്താണ്? പവർ ആണ്. അപ്പോൾ നമുക്ക് ഇന്റൻസിറ്റിനെ എങ്ങനെ എഴുതാം? പവർ ബൈ ഏരിയ എന്ന് എഴുതാം. പവറിന്റെ യൂണിറ്റ് നമുക്കറിയാം. പവർ എന്ന് പറയുന്നത് വാട്ടാണ്. വാട്ട് പെർ മീറ്റർ സ്ക്വയർ. തിരിച്ചെഴുതാം നമുക്ക്. ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് വാട്ട് മീറ്റർ റേസ് ടു -2. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ്. എന്താണ് SI യൂണിറ്റ്? SI യൂണിറ്റ് ഓഫ് ഇന്റൻസിറ്റി. ഓക്കെ, then our next question.
മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 632.8 നാനോമീറ്റർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഹീലിയം നിയോൺ ലേസർ. ദി പവർ എമിറ്റഡ് ഈസ് 9.42 മില്ലി വാട്ട്. അപ്പം നമുക്കൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ആ ലൈറ്റ് സോഴ്സിന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് എത്രയാണ് മക്കളെ? വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു 632.8 നാനോമീറ്റർ ആണ്. ആ ലൈറ്റിന്റെ പവർ തന്നിട്ടുണ്ട് 9.42 മെഗാവാട്ട് ആണ്. സോറി, മില്ലി വാട്ട് ആണ്. മില്ലി വാട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം? 9.42 ഇൻറ്റു 10⁻³ വാട്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. എന്താ അവരെന്നിട്ട് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി എനർജി ആൻഡ് മൊമെന്റം ഓഫ് ഈച്ച് ഫോട്ടോൺ ഇൻ ദി ലൈറ്റ് ബീം. ഈ ലൈറ്റ് ബീമിൻ്റെ അകത്തുള്ള ഓരോ ഫോട്ടോണിൻ്റെയും എനർജിയും മൊമെന്റവും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനർജി ഓഫ് എ ഫോട്ടോൺ, ഫോട്ടോണിന്റെ എനർജി ഓഫ് എ ഫോട്ടോൺ നമുക്ക് എങ്ങനെ എഴുതാം? E ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡ. ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 6.6 ഇൻറ്റു 10⁻³ ഇൻറ്റു 3 ഇൻറ്റു 10⁸8 ഡിവൈഡഡ് ബൈ 632.8 ഇൻറ്റു 10⁻⁹ and which is equal to 3.14 into 10⁻⁻19 ജൂൾ. ഇത്രയുമാണ് ആ ഒരു ഫോട്ടോണിൻ്റെ, വന്നു വീഴുന്ന ലൈറ്റിൻ്റെ അകത്തുള്ള ഓരോ ഫോട്ടോണിൻ്റെയും എനർജി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെന്റം എത്രയായിരിക്കും? മൊമെന്റം എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫോട്ടോണിൻ്റെ മൊമെന്റം ഓഫ് എ ഫോട്ടോൺ ഈസ് E ബൈ സി. എനർജി നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട് 3.14 ഇൻറ്റു 10⁻⁻19 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10⁸8. എത്ര കിട്ടും ആൻസർ? 1.05 ഇൻറ്റു 10⁻27 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നിങ്ങൾ ഇക്വേഷൻ എഴുതണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം വിത്ത് പ്രോപ്പർ യൂണിറ്റ്സ്. അടുത്ത എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ഫോട്ടോൺസ് പെർ സെക്കൻഡ് ഓൺ ദി ആവറേജ് അറൈവ് അറ്റ് എ ടാർഗറ്റ് ഇറേഡിയേറ്റഡ് ബൈ ദിസ് ബി. എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും? ആ എമിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസിനെ നമുക്ക് എങ്ങനെ എഴുതാം? P ബൈ ഇ എന്ന് എഴുതാം. നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ന് പറയുന്നത് P ബൈ ഇ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പവർ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 9.42 ഇൻറ്റു 10⁻³ ആണ്. എനർജി എത്രയാണ്? 3.14 ഇൻറ്റു 10⁻⁹. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 ഇൻറ്റു 10⁻16 ഫോട്ടോൺസ് പെർ സെക്കൻഡ്. 3 ഇൻറ്റു 10⁻16 ഫോട്ടോൺസ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ഫോട്ടോൺസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റൻസിറ്റീനെ നമുക്ക് പവർ ബൈ ഏരിയ എന്ന് എഴുതാം. പവറിനെ നമുക്ക് എനർജി ബൈ ഏരിയ ഇൻറ്റു ടൈം എന്ന് എഴുതാം. ഇതിൽ എനർജീനെ നമുക്ക് NH എന്ന് എഴുതാം, അല്ലെങ്കിൽ NHC ബൈ ലാംഡ എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. പവർ എന്ന് പറയുന്നത് എനർജി ബൈ ടൈം ആണ്. എനർജീനെ നമുക്ക് NHC ബൈ ലാംഡ ഇൻറ്റു T എന്ന് എഴുതാം, ഇല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പവർ ബൈ എനർജി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? N കിട്ടും. ഓക്കെ, ഒരു ഫോട്ടോണിൻ്റെ എനർജി E ആണെന്നുണ്ടെങ്കിൽ N ഫോട്ടോൺസ് എത്ര എണ്ണം, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പവർ ബൈ എനർജി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, ഫോർ എ ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ വിത്ത് എ സോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, ഹൗ ഡസ് ദി ഫോട്ടോ കറണ്ട് വേരി വിത്ത് ദി ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്? എന്തിനെ പറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ആ ഒരു ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻസ് പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ഉണ്ട്, അതിലേക്ക് ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് വന്ന് വീഴുന്നുണ്ട്. ആ വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ആണ്.
ഓക്കെ, കോൺസ്റ്റന്റ് ഫ്രീക്വൻസിയിൽ ലൈറ്റ് വന്ന് വീഴുവാണ്. അന്നേരം അവിടെ ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നുണ്ട്. മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ കറണ്ട് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹൗ ഡസ് ദിസ് ഫോട്ടോ കറണ്ട്, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് കഴിയുമ്പം ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നുണ്ട്. ആ ഫോട്ടോ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ, ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് കറണ്ട് ഈസ് ഫോട്ടോ കറണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോ കറണ്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഫോട്ടോ കറണ്ടും ഇന്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫോട്ടോ കറണ്ടും ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വന്നു വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്? ആ ലൈറ്റിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ഫോട്ടോൺസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ഫോട്ടോൺസ് കുറവാണെന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും. അപ്പം നമുക്ക് എഴുതാം, ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോൺസ്. എന്താണ്? നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ്. പെർ സെക്കൻഡിലുള്ള നമ്പർ ഓഫ് ഫോട്ടോൺസുമായിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അപ്പോൾ ഈ നമ്പർ ഓഫ് ഫോട്ടോൺസ് അല്ലെങ്കിൽ ഈ ഓരോ ഫോട്ടോൺസും വന്ന് മെറ്റൽ സർഫസിലുള്ള ഇലക്ട്രോണിനെ വന്ന് ഇടിക്കും. അങ്ങനെ ഇടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അപ്പം നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എമിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്താണ്? കൂടുതലാണ്. ഇനി വന്നു വീഴുന്ന ലൈറ്റിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കുറവാണെങ്കിൽ എമിറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസും കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എത്ര നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു എന്നുള്ളത് വന്നു വീഴുന്ന ലൈറ്റിൻ്റെ അകത്ത് എത്ര നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം നമുക്ക് പറയാം ഈ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ്. നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. എമിറ്റഡ് പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഈ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന കറണ്ടും കൂടുതലായിരിക്കും. ഈ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തത് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായ കറണ്ടും കുറവാണ്. അപ്പം നമുക്ക് പറയാം വിച്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫോട്ടോ കറണ്ട്. വിച്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫോട്ടോ കറണ്ട്. അപ്പോൾ വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടും. നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത് കൂടും. ഫോട്ടോ കറണ്ട് കൂടും. അപ്പോൾ ഈ ഫോട്ടോ കറണ്ടും ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫോട്ടോ കറണ്ട്. ഇൻറ്റൻസിറ്റിയും ഫോട്ടോ കറണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. സിമ്പിൾ അല്ലേ? ഇതാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പെരിമെന്റൽ സ്റ്റഡിയുടെ ഫസ്റ്റ് ഒബ്സർവേഷൻ. ഇന്റൻസിറ്റിയും ഫോട്ടോ കറണ്ടും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 3 ലൈറ്റ് ബീംസ് ഓഫ് സെയിം ഫ്രീക്വൻസി. ഒരേ ഫ്രീക്വൻസി ഉള്ള 3 ലൈറ്റ് ബീമുകൾ ആൻഡ് ഡിഫറൻറ്റ് ഇൻറ്റൻസിറ്റി. പക്ഷെ അവരുടെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്? സെയിം അല്ല, ഡിഫറൻ്റ് ആണ്. ആർ ഇൻസിഡൻറ്റ് ഓൺ ദി സെയിം മെറ്റൽ. സെയിം മെറ്റൽ മീൻസ് ഈ മെറ്റലിൻ്റെ വർക്ക് ഫങ്ഷൻ സെയിം ആണ്. സെയിം ഫ്രീക്വൻസി മീൻസ് വന്ന് വീഴുന്ന ലൈറ്റ് സെയിം ഫ്രീക്വൻസിയിലാണ്, ഇൻറ്റൻസിറ്റി മാത്രം ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്താ ആദ്യം ചോദിച്ചിരിക്കുന്നത്? വിച്ച് ബീം പ്രൊഡ്യൂസ് മാക്സിമം ഫോട്ടോ കറണ്ട്. ഏത് ബീമാണ് ഇതിൽ മാക്സിമം ഫോട്ടോ കറണ്ട് തരുന്നത്? തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തു വെച്ചിരുന്നു. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫോട്ടോ കറണ്ട് ആണ്. അപ്പം ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസിനെ തരും, ഫോട്ടോ കറണ്ട് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു റിലേഷൻ നോക്കിക്കേ. I1 ഗ്രേറ്റർ ദാൻ I2 ഗ്രേറ്റർ ദാൻ I3. ഇവർ 3 പേരിൽ ആർക്കാണ് ഇൻറ്റൻസിറ്റി ഏറ്റവും കൂടുതൽ? നമ്മുടെ I1-നാണ് ഇൻറ്റൻസിറ്റി ഏറ്റവും കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഫോട്ടോ കറണ്ട് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? I1-ന്. ഇന്റൻസിറ്റി കൂടുതലുള്ള ആൾക്ക് മാക്സിമം ഫോട്ടോ കറണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ബീം പ്രൊഡ്യൂസ് ഇലക്ട്രോൺസ് ഓഫ് മാക്സിമം സ്പീഡ് ആൻഡ് കൈനറ്റിക് എനർജി? ഇതില് ഏത് ബീം ഓഫ് ലൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ഇലക്ട്രോൺസിനെയും ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, ഈ സ്പീഡും കൈനറ്റിക് എനർജിയും ഇന്റൻസിറ്റി ഡിപ്പെൻഡന്റ് ആണോ? അല്ല. പിന്നെയോ ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ആണ്, അല്ലേ? ഫ്രീക്വൻസി കൂട്ടിയാലേ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് കൂടത്തുള്ളൂ, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് കൂടത്തുള്ളൂ, മാക്സിമം സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ് കൂടത്തുള്ളൂ. അപ്പം ഇവിടെ ഫ്രീക്വൻസിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല, സെയിം ഫ്രീക്വൻസിയാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ മാക്സിമം സ്പീഡും കൈനറ്റിക് എനർജിയും ഇന്റൻസിറ്റി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് ഇവർക്ക് 3 പേർക്കും, I1-നും I2-നും I3-ക്കും സെയിം മാക്സിമം സ്പീഡും സെയിം കൈനറ്റിക് എനർജി ആയിരിക്കും. ഓക്കെ, ഇന്റൻസിറ്റി ഡിപ്പെൻഡന്റ് അല്ല, മാക്സിമം സ്പീഡും കൈനറ്റിക് എനർജി. നെക്സ്റ്റ് വൺ, ഡ്രോ എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് ഫോട്ടോ കറണ്ട് വിത്ത് ഇന്റൻസിറ്റി. ഫോട്ടോ കറണ്ടും ഇന്റൻസിറ്റിയും തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കാൻ. ഇന്റൻസിറ്റി എക്സ് ആക്സിസിൽ ഞാൻ മാർക്ക് ചെയ്തു, വൈ ആക്സിസിൽ ഞാൻ ഫോട്ടോ കറണ്ട് മാർക്ക് ചെയ്തു. ഫോട്ടോ കറണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ കറണ്ട് കൂടും. ദെൻ ഇവർ തമ്മിലുള്ള റിലേഷൻ ലീനിയർ റിലേഷൻ അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്നുള്ളത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് റോങ് സ്റ്റേറ്റ്മെന്റ്. എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്? ഫ്രീക്വൻസി ഇൻക്രീസസ്, ഫോട്ടോ കറണ്ട് ഇൻക്രീസസ്. ഫ്രീക്വൻസി കൂടുവാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ കറണ്ട് കൂടും. ഫ്രീക്വൻസിയും ഫോട്ടോ കറണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോടാ മക്കളെ? ഫ്രീക്വൻസിയും ഫോട്ടോ കറണ്ടും തമ്മിൽ ഇല്ല. ഫോട്ടോ കറണ്ട് കൂടണം എന്നുണ്ടെങ്കിൽ വന്നു വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റല്ലേ? അതെ, ഫ്രീക്വൻസി ഇൻക്രീസസ്, ഫോട്ടോ കറണ്ടിന് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല. ഓക്കെ, ഫ്രീക്വൻസി ഇൻക്രീസസ്, കൈനറ്റിക് എനർജി ഇൻക്രീസസ്. ശരിയാ, ഫ്രീക്വൻസി കൂടുമ്പം എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടും. ഫ്രീക്വൻസി ഇൻക്രീസസ്, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ്. കൈനറ്റിക് എനർജി കൂടുക മീൻസ് ഇലക്ട്രോണിന്റെ വെലോസിറ്റി കൂടി എന്നർത്ഥം. ഫ്രീക്വൻസി ഇൻക്രീസസ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂട്ടിയാലല്ലേ അവരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഫസ്റ്റ് വൺ ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ്, ഫിഗർ ബിലോ റെപ്രസെന്റ്സ് ദി വേരിയേഷൻ ഓഫ് കറണ്ട് വിത്ത് പൊട്ടൻഷ്യൽ ഫോർ എ മെറ്റൽ. കറണ്ടും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞിരിക്കുവാണ്, ഐഡന്റിഫൈ ദ ലോ ഗവേണിംഗ് ഇറ്റ്. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പെരിമെന്റലി പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഒബ്സർവേഷൻസ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു 4 ലോസ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഗ്രാഫ് നമുക്ക് തന്നിരിക്കുന്നത് കറണ്ടും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഗ്രാഫാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കറണ്ടും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഗ്രാഫ് നോക്കുമ്പം അവിടെ നോക്കിക്കേ, 2 പേരുടെയും എക്സ് ആക്സിസിൽ ഗ്രാഫ് മീറ്റ് ചെയ്തിരിക്കുവാണ്. എക്സ് ആക്സിസിൽ ഒരു നെഗറ്റീവ് വാല്യൂവിലാണ് ആ ഗ്രാഫ് രണ്ടും മീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിരിക്കും. എന്തായിരിക്കും? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, ഏത് ഡിസ്റ്റൻസ് ആണ്? നമ്മുടെ വൈ ആക്സിസിലെ ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയാം, അല്ലേ? സാച്ചുറേഷൻ കറണ്ട്. ഇത് ഫസ്റ്റ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന്റെ, ഇത് സെക്കൻഡ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന്റെ. ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് കൂടും. ഫ്രീക്വൻസിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കറണ്ടിന്? ഇല്ല. ഓക്കെ, അതുപോലെ ഇന്റൻസിറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്? ഇല്ല. അതുകൊണ്ട്
ഈ രണ്ട് ഗ്രാഫിന്റെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പൊ നമുക്ക് പറയാം ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസ് ചെയ്യും. when intensity increases saturation current increases, but stopping potential is independent of intensity. stopping potential intensity dependent അല്ല. ഓക്കെ, ആ ഒരു ലോ ആണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്നും പറയാൻ പറ്റുന്നത്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ആൻഡ് സാച്ചുറേഷൻ കറണ്ട് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഇന്റൻസിറ്റി. സാച്ചുറേഷൻ കറണ്ട് കൂടും എപ്പം? ഇന്റൻസിറ്റി കൂടും. രണ്ടാമത് എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? ഈവൻ വെൻ ദ പൊട്ടൻഷ്യൽ ഈസ് സീറോ ദർ ഈസ് കറണ്ട്, എക്സ്പ്ലെയിൻ. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെന്റ് പഠിച്ചപ്പം പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ നമ്മൾ പഠിച്ചു. നമ്മുടെ ആനോഡ് പൊട്ടൻഷ്യൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്ത് സീറോയിൽ എത്തിക്കുകയും എന്നിട്ട് അവിടുന്ന് കുറച്ച് നെഗറ്റീവ് വാല്യൂവിൽ എത്തിക്കുകയും ചെയ്തു. ഓക്കെ, ആ ഒരു കേസാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആനോഡ് പൊട്ടൻഷ്യൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നമ്മൾ ഇവിടെ ഒന്ന് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് ഉണ്ട്. അതിൻ്റെ രണ്ട് എൻഡിലായിട്ട് നമുക്ക് രണ്ട് മെറ്റൽ പ്ലേറ്റുകളുണ്ട്, പ്ലേറ്റ് സിയും പ്ലേറ്റ് എയും. ഈ പ്ലേറ്റ് സിനെ നമ്മൾ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പം ഈ പ്ലേറ്റ് സിയിൽ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേറ്റ് പോസിറ്റീവ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് ആനോഡ്. ആനോഡാണ് നമ്മുടെ പ്ലേറ്റ്, ആനോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി ആ പൊട്ടൻഷ്യൽ കുറച്ച് എത്രയാക്കിയെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? 0 ആക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ കുറച്ച് 0 ആക്കി കഴിഞ്ഞാൽ ഈ ആനോഡ് പൊട്ടൻഷ്യൽ ഇപ്പൊ എത്രയാക്കി? 0 ആക്കി. എങ്കിലും സിയിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജും 0യും കൂടെ കമ്പയർ ചെയ്യുമ്പോഴും വീണ്ടും പ്ലേറ്റ് എയിൽ പോസിറ്റീവ് തന്നെയല്ലേ ഇലക്ട്രോണിന് ഫീൽ ചെയ്യുന്നത്? അതെ, ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് ആണ്. ആനോഡ് പൊട്ടൻഷ്യൽ നമ്മളിപ്പോൾ 0 ആക്കി. പക്ഷെ ഇലക്ട്രോൺ നോക്കുമ്പം കമ്പയറബിളി 0 എന്താണ്? പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ഇലക്ട്രോണിന് ഫീൽ ചെയ്യുന്നത്. അത് കാരണം ഇലക്ട്രോൺ എന്ത് ചെയ്യും? സിയിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്യും. ഇലക്ട്രോൺ സി പ്ലേറ്റിൽ നിന്നും എ പ്ലേറ്റിലോട്ട് മൂവ് ചെയ്താൽ കറണ്ട് ഉണ്ട്. ഓക്കെ, അപ്പം പൊട്ടൻഷ്യൽ 0 ആണെങ്കിലും ആനോഡ് പൊട്ടൻഷ്യൽ 0 ആണെങ്കിലും there is a current. ഇനി ആ കറണ്ട് എപ്പോഴാണ് നമ്മൾ 0 ആക്കുന്നത്? ആ കറണ്ട് 0 ആവണമെങ്കിൽ നമ്മൾ ആ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എത്രയാണോ ചാർജ് അതിനനുസരിച്ചുള്ള ചാർജ് നമ്മൾ പ്ലേറ്റ് എയിൽ കൊടുക്കണം. ഓക്കെ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. പൊട്ടൻഷ്യൽ 0 ആണെങ്കിലും there is ഫോട്ടോ കറണ്ട്. മൂന്നാമത്തെ പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നവര്? കറണ്ട് ഈസ് 0 ഫോർ എ പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ. കറണ്ട് 0 ആകുന്ന ആ പൊട്ടൻഷ്യൽ നമ്മൾ പറയുന്ന പേരെന്നാണ് മക്കളെ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. കറണ്ട് 0 ആകുന്ന ആ പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഹൗ ഡസ് ദിസ് പൊട്ടൻഷ്യൽ ഹെൽപ്പ് ഇൻ ഡിറ്റർമൈനിങ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ? ഈ പ്ലേറ്റ് സിയിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് വെലോസിറ്റി ഉണ്ടല്ലേ, കൈനറ്റിക് എനർജി ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലേറ്റ് എയിൽ എന്ത് കൊടുക്കാൻ പോവാ? ഇനി നെഗറ്റീവ് പൊട്ടൻഷ്യൽ, റീടാർഡിങ് പൊട്ടൻഷ്യൽ കൊടുക്കാൻ പോവാ. റീടാർഡിങ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പം ഇലക്ട്രോണിനും നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺ പോകാൻ നിൽക്കുന്ന സ്ഥലത്തും നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇലക്ട്രോണിന് റിപ്പൾസീവ് ഫോഴ്സ് ഫീൽ ചെയ്യും. അപ്പൊ അതിൽ മാക്സിമം കൈനറ്റിക് എനർജി ഉള്ള ആൾക്കാർ ക്രോസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. പക്ഷെ അവർക്കും സഫിഷ്യൻ്റ് ആയിട്ട് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ പ്ലേറ്റ് എയിൽ കൊടുക്കുന്നതെങ്കിൽ ആ മാക്സിമം കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രോണിന്റെ മാക്സിമം കൈനറ്റിക് എനർജീനെ എനിക്ക് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്ന് എഴുതത്തില്ലേ? എഴുതാം. ഇലക്ട്രോണിന്റെ ചാർജ് ഇ ആണ്. ആ ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്. അപ്പം മാക്സിമം കൈനറ്റിക് എനർജീനെ എനിക്ക് എങ്ങനെ എഴുതാം? EV0 എന്ന് എഴുതാം.
ഇനി നമുക്കറിയാം ഈ മാക്സിമം കൈനറ്റിക് എനർജീനെ നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഈ കൈനറ്റിക് എനർജീനെ നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം. ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ വി 0. ഈ രീതിയിൽ നമുക്ക് ആ ഇലക്ട്രോണിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പെരിമെന്റ് കംപ്ലീറ്റ്ലി പറഞ്ഞു. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫോട്ടോ സെല്ലിന്റെ നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ മാക്സിമം കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമുക്കറിയാം ഈ മാക്സിമം കൈനറ്റിക് എനർജിനെ നമുക്ക് ചാർജ് ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് എഴുതാം. ഓക്കെ, മാക്സിമം കൈനറ്റിക് എനർജി 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇ വി 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ രണ്ട് സൈഡിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് 6V എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. കൂടാതെ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ്, റീടാർഡിംഗ് പൊട്ടൻഷ്യൽ ആണ്. അതുകൊണ്ട് ആൻസർ എന്ത് വരും? -6 വോൾട്ട്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ -6 വോൾട്ട്. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോട്ടോ സെൽ. എന്നാണ് മക്കളെ ഫോട്ടോ സെല്ല്? ഫോട്ടോ ഇലക്ട്രിക് ഫിനോമിനൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഫോട്ടോ സെൽ. ഈ ഫോട്ടോ സെൽ എന്താ ചെയ്യുന്നത്? ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഫോട്ടോ സെൽ കൺവേർട്ട് ലൈറ്റ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. എളുപ്പമല്ലേ? നെക്സ്റ്റ്, ദി ഫോളോയിങ് ഗ്രാഫ് ഷോസ് ദി വേരിയേഷൻ ഓഫ് ഫോട്ടോ കറന്റ് ഫോർ എ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽ. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ചെയ്താലോ? ഐഡന്റിഫൈ ദ വേരിയബിൾ എക്സ് ഓൺ ദി ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസിൽ കാണിച്ചിരിക്കുന്ന ആ വേരിയബിൾ എക്സ് ആരാണ്? എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആരെയാണ്? എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ. എന്താണ് എക്സ് എന്ന് പറയുന്നത്? കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ ആണ്, അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ആണ്. രണ്ടാമത് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഡസ് ദ പോയിന്റ് എ ഓൺ ദി ഹൊറിസോണ്ടൽ ആക്സിസ് റെപ്രസെന്റ്? എ എന്ന് പറയുന്ന ഈ പോയിന്റ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോ കറണ്ട് 0 ആകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആനോഡ് പൊട്ടൻഷ്യൽ ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഡ്രോ ദിസ് ഗ്രാഫ് ഫോർ 3 different values of frequencies. 3 different values of frequencies. ആ ഗ്രാഫും വരയ്ക്കണം. നാലാമത് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 different values of intensities. ഈ രണ്ട് ഗ്രാഫും നമ്മൾ വരച്ചിട്ടുള്ളതാണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഉള്ള ഗ്രാഫാണ്. ഡയറക്റ്റ് ആ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി അവർ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. 3 different values of frequencies വരയ്ക്കണം. അതുപോലെ 3 different values of intensities വരയ്ക്കണം. അപ്പം നമുക്കറിയാം ഈ ഫോട്ടോ കറണ്ട് ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ കറണ്ട് കൂടും. പക്ഷേ ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് അല്ല. ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ഫോട്ടോ കറണ്ടിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എന്തിന് വ്യത്യാസമുണ്ട്? നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് വ്യത്യാസം ഉണ്ട്. അപ്പം നമുക്ക് ആ ഗ്രാഫും കൂടെ NCERTക്കകത്തുള്ള ഗ്രാഫാണ്. 3 different values of frequencies ആണ് ആദ്യം വരച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ, വൈ ആക്സിസിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. 3 different values of frequency. 3 ഫ്രീക്വൻസിക്കും കറസ്പോണ്ടിങ് 3 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. പക്ഷേ നമ്മുടെ സാച്ചുറേഷൻ കറണ്ട് സെയിം ആണ്. ഓക്കെ, അതുപോലെ ഇൻറ്റൻസിറ്റിയുടെയും ഗ്രാഫ്. ഇൻറ്റൻസിറ്റി മാറുന്നതിനനുസരിച്ച് സാച്ചുറേഷൻ കറണ്ട് മാറും. പക്ഷെ എന്ത് മാറത്തില്ല? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറത്തില്ല. ഈ 2 ഗ്രാഫും നിങ്ങൾ തറവായിട്ടൊന്ന് വരച്ചു പഠിച്ചേക്കണം. അതിൻ്റെ അകത്തുള്ള വാല്യൂസ്, അതിൻ്റെ അകത്ത് റിലേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ ഈ റിലേഷൻ? ആ റിലേഷനൊക്കെ നിങ്ങൾ നല്ല തറവായിട്ട് ഈ 2 ഫിഗർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വൈ ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി ആൻഡ് നോട്ട് ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് സോഴ്സ് that determines whether emission of photoelectric
ഇലക്ട്രോൺസ് വിൽ ഒക്വർ ഓർ നോട്ട്. എന്തുകൊണ്ടാണ് ഫ്രീക്വൻസിയുടെ ബേസിൽ നമ്മൾ പറയുന്നത്? അതായത് ഫ്രീക്വൻസി സഫീഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഇൻറ്റൻസിറ്റിയുടെ ബേസിസിൽ നമ്മളൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ വേവ് തിയറി ഓഫ് ലൈറ്റ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. വേവ് തിയറി ഓഫ് എഫക്റ്റ് വെച്ച് അല്ലെങ്കിൽ വേവ് തിയറി ഓഫ് ലൈറ്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇൻറ്റൻസിറ്റി ബേസിൽ. ഓക്കെ, ഇൻറ്റൻസിറ്റിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നത് വേവ് തിയറി ഓഫ് ലൈറ്റിലാണ്. അപ്പം അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ലൈറ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഓരോ പാർട്ടിക്കിൾസും ഫോട്ടോൺസ് ആണ്. ഓരോ ഫോട്ടോണിൻ്റെയും എനർജി എന്ന് പറയുന്നത് E=h ആണ്. അപ്പം ഓരോ ഫോട്ടോണിനും സഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടാവണം, അല്ലെങ്കിൽ വന്നു വീഴുന്ന ലൈറ്റിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടാവണം. ആ എനർജി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഫ്രീക്വൻസി ഓഫ് ലൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനർജി ഇൻക്രീസ് ചെയ്യും. ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനർജിയും ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. ഒരു മിനിമം ഫ്രീക്വൻസി ലൈറ്റിനുണ്ടായിരിക്കണം. ഒരു മിനിമം വർക്ക് ഫംഗ്ഷൻ ഉള്ള ലൈറ്റ്, ആ വർക്ക് ഫംഗ്ഷൻ അത്രയുള്ള ലൈറ്റ് എങ്കിലും വന്ന് വീഴണം. എങ്കിലും മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? എമിഷൻ നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ ക്വാണ്ടം നേച്ചർ വെച്ചിട്ടാണ് ആക്ച്വലി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസിക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. മീൻസ് ഒരു മിനിമം ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വേണം. ഓക്കെ, then our next question. Energy of photon of wavelength lambda. Wavelength lambda ഉള്ള ഫോട്ടോണിന്റെ എനർജി എത്രയാണ്? നമുക്ക് ഫോട്ടോണിന്റെ എനർജി അറിയാം, E=h ആണ്. ന്യൂവിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? c/λ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോണിന്റെ എനർജി ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? hc/λ. ഏത് ഓപ്ഷൻ വരൂടാ മക്കളെ? ഓപ്ഷൻ ബി, hc/λ. ഓക്കെ, അപ്പൊ നമ്മൾ അത്യാവശ്യം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. എമിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിൽ നിന്നും എമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ഫംഗ്ഷനേക്കാളും കൂടുതൽ എനർജി ഉള്ള ലൈറ്റ് വന്ന് വീഴണം. അതായത് ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് വീഴണം. ഇനി വന്ന് വീഴുന്ന ലൈറ്റ് വേവ് ആയിട്ടല്ല വരുന്നത്, പകരം പാർട്ടിക്കിൾ ആയിട്ടാണ് വരുന്നത്. ആ പാർട്ടിക്കിൾസ് ആരാ? ഫോട്ടോൺസ്. ഓരോ ഫോട്ടോണിന്റെയും എനർജി h ആണ്. ഓക്കെ, ഇനി വന്നു വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നതും കൂടുതലായിരിക്കും. ഫോട്ടോ കറണ്ടും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഈ ഫോട്ടോ കറണ്ട് ഡിപ്പെൻസ് ഓൺ ഇന്റൻസിറ്റി ആണ്. എങ്കിൽ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലോ, വന്നു വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ നമ്മൾ കൂടുതൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൊടുത്താലേ ആ ഒരു ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം കൈനറ്റിക് എനർജിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും റിലേറ്റഡ് ആണ്. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടും, കൂടാതെ അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടും. എന്താണ് മക്കളെ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? ഫോട്ടോ കറണ്ട് 0 ആക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനും ഡി ബ്രോഗ്ലി മാറ്റർ വേവ്സും ആണ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക, NCERT വായിക്കുക, ബോർഡ് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.